വാട്സപ്പ് ബട്ടൺ സെൻഡർ ആപ്ലിക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ ഇൻസ്റ്റൻസ് കാണാൻ കഴിയും, അതായത് എത്ര വാട്സപ്പ് അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഓട്ടോ റിപ്ലൈ മെസ്സേജസ്, കാര്യങ്ങൾ, ടോട്ടൽ ക്യാമ്പയിൻസ് എത്രയുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നമുക്ക് ആദ്യം തന്നെ ഒരു ഡിവൈസ് ഇതിലേക്ക് എങ്ങനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ വാട്സപ്പ് അക്കൗണ്ട് ഇതിലേക്ക് എങ്ങനെ ആഡ് ചെയ്യും നോക്കാം. ഇവിടെ ക്രിയേറ്റ് ഇൻസ്റ്റൻസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ടെസ്റ്റ് ഓർ വാട്ട് എവർ ദ നെയിം, എന്താണ് അതിൻ്റെ പേര് അത് നിങ്ങൾക്ക് കൊടുക്കാം. ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം QR ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് റൈസ് ആവും, ജനറേറ്റ് ആവും. പിന്നീട് നിങ്ങളുടെ വാട്സപ്പിൽ പോയി ലിങ്ക്ഡ് ഡിവൈസസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് ലിങ്ക് ഡിവൈസ് എന്നുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു QR കോഡ് സ്കാനർ വരും. നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാനിങ് നടന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും കണക്റ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ സ്റ്റാറ്റസിലേക്ക് മാറുന്നതും പിന്നീട് അത് റെഡി ആയിട്ടും കാണാൻ കഴിയും. സെൻഡ് മെസ്സേജ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ഇൻസ്റ്റൻസ് ഉണ്ടോ ആ ഇൻസ്റ്റൻസ് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു നമ്പറിൽ നിന്ന് മാക്സിമം നമ്പേഴ്സ് മെസ്സേജസ് നമുക്ക് ബ്ലോക്കേഡ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 200 to 300 മെസ്സേജസിൽ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 10 നമ്പർ ഉണ്ടെങ്കിൽ 10 നമ്പറും നമുക്കിവിടെ ചൂസ് ചെയ്ത് മെസ്സേജസ് അയക്കാവുന്നതാണ്. ഇവിടെ മെസ്സേജിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ് വിത്ത് മീഡിയ, ടെക്സ്റ്റ് മാത്രമായിട്ട് അല്ലെങ്കിൽ ബട്ടൺ മാത്രമായിട്ട്, ബട്ടൺ വിത്ത് മീഡിയ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. കൂടാതെ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാം, മെസ്സേജസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് XLS, SX, ഏത് CSV ഏത് വേണമെങ്കിലും ഫോമാറ്റിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ സാമ്പിൾ ഫയൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് നിങ്ങൾക്ക് മാനുവലി ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പേഴ്സ് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ താഴെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മെസ്സേജസ് ആഡ് ചെയ്യാം, മീഡിയാസ് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം. ഈ മീഡിയ നിങ്ങൾക്ക് ക്യാപ്ഷനായിട്ട് ബട്ടൺ കൊടുക്കാം, മെസ്സേജസ് കൊടുക്കാം. അതിൽ ഏതൊക്കെ രീതിയിലുള്ള മോഡൽസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം അത്രയും മോഡൽസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ പ്രസ് ചെയ്ത് ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യാനും ഇതിൽ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ക്വിക്ക് ബട്ടൺ, ക്വിക്ക് റിപ്ലൈ, കോൾ ബാക്ക് ബട്ടൺ, URL ബട്ടൺ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ബട്ടൺസ് ചൂസ് ചെയ്യാവുന്നതാണ്. ശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ക്യാമ്പയിന് നെയിം കൊടുത്തതിന് ശേഷം സെൻഡ് ചെയ്യുക. ശേഷം വ്യൂ റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജിൻ്റെ സ്റ്റാറ്റസ് സെൻഡ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളിലൂടെ കിട്ടും. മെസ്സേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് സ്റ്റാറ്റസിലേക്ക് മാറുകയും നിങ്ങൾക്ക് വ്യൂ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മെസ്സേജ് സെൻഡ് ചെയ്തതും അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കാണാം. കൂടാതെ ഇതിൽ നിങ്ങൾക്ക് നമ്പർ ഫിൽറ്റർ, ഗ്രൂപ്പ് ലാബർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള നമുക്ക് മൾട്ടിപ്പിൾ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് അതിലേക്ക് ഇത്ര നമ്പറിന് ശേഷം 10 നമ്പറിന് ശേഷം നമുക്ക് മറ്റൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ 20 നമ്പറിന് ശേഷം 20 മെസ്സേജിന് ശേഷം മറ്റൊരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്ന രീതിയിലേക്ക്. അതുപോലെ ഓരോ മെസ്സേജുകൾക്കിടയിലുള്ള ഡിലേസ്, എത്ര സെക്കൻഡ്സ് നമുക്ക് ഡിലേ വേണം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മളിപ്പോൾ ഒരു 10 നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് റിപ്ലൈ വരുന്നതൊക്കെ ഒരു നമ്പറിലേക്ക് ഹൂക്ക് ചെയ്ത് അറിയിക്കാനാണെങ്കിൽ ഇവിടെ ഹൂക്ക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് ഏതൊക്കെ നമ്പറിലാണ് മെസ്സേജ് വന്നതെന്നുള്ള റിപ്ലൈ ഓട്ടോമാറ്റിക്കലി പോകുന്നതാണ്. ഈ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനും മറ്റും നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ട്രയൽ അവൈലബിൾ ആണ്, ട്രയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
താങ്ക് യു ഫോർ വാച്ചിങ്.